നമസ്കാരം. വെടിനിർത്തൽ കരാർ പ്രകാരം അടുത്ത ഘട്ടം ബന്ദികളെ നാളെ മോചിപ്പിക്കുമെന്ന് ഹമാസ് പ്രഖ്യാപിച്ചതോടെ ഗസയ്ക്ക് നേരെയുള്ള യുദ്ധഭീതി ഒഴിയുകയാണ് എന്ന് പറയാം. ബന്ദികളിൽ 6 അമേരിക്കൻ വംശജരെയും ഹമാസ് ഉടൻ മോചിപ്പിച്ചേക്കുമെന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഗസ പദ്ധതിയിൽ നിന്ന് ഡൊണാൾഡ് ട്രംപ് പിന്മാറണമെന്നാവശ്യപ്പെട്ട് 143 ഡെമോക്രാറ്റിക് പ്രതിനിധികളും അമേരിക്കയിൽ ജൂത വിഭാഗവും രംഗത്തെത്തിയിട്ടുണ്ട്. വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാക്കാൻ എല്ലാ തടസ്സങ്ങളും നീക്കുമെന്ന് മധ്യസ്ഥരായ ഈജിപ്തും ഖത്തറും ഉറപ്പു നൽകിയതോടെയാണ് നേരത്തെയുള്ള ധാരണ പ്രകാരം അടുത്ത ഘട്ടം ബന്ദികളെ നാളെ മോചിപ്പിക്കാൻ ഹമാസ് തീരുമാനിച്ചത്. ശനിയാഴ്ച 3 ബന്ദികളെയാകും വിട്ടയക്കുക എന്ന് പറയുന്നുണ്ട്. ശനിയാഴ്ച ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ ഗസയിൽ വീണ്ടും ആക്രമണം തുടങ്ങുമെന്ന് ഇസ്രായേൽ തന്നെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചത് ആശങ്കകൾക്കിടയാക്കിയിരുന്നു എന്ന് തന്നെ പറയാം. വീണ്ടും ഒരു യുദ്ധമുണ്ടാവുക എന്നത് എല്ലാവരെയും സംബന്ധിച്ചും വളരെയധികം തന്നെ പ്രത്യാഘാതമുണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ്. എല്ലാ ബന്ദികളെയും നാളേക്ക് തന്നെ വിട്ടയച്ചില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതമുണ്ടാകുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും താക്കീത് ചെയ്തിരുന്നു. തങ്ങളുടെ പിടിയിലുള്ള ബന്ദികളിൽ 6 വംശജരെ ഹമാസ് മോചിപ്പിച്ചേക്കുമെന്ന് അമേരിക്കൻ ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഹമാസ് ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. ഔഷധ ഇന്ധന വിതരണം, ഗസയിൽ തകർത്ത കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ നീക്കാൻ ഉപകരണങ്ങൾ എത്തിക്കുക എന്നീ കാര്യങ്ങളിൽ ഉടൻ നടപടി വേണമെന്ന് ഹമാസ് മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചു. 2-3 ഘട്ടം വെടിനിർത്തൽ ചർച്ച ഉടൻ ആരംഭിക്കാൻ തന്നെ ഇസ്രായേൽ തയ്യാറാകണമെന്ന് ഹമാസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനിടയിൽ തന്നെ ഫലസ്തീനികളെ പുറന്തള്ളി ഗസ ഏറ്റെടുക്കുമെന്ന് ട്രംപിന്റെ അപകടകരമായ നീക്കം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട അമേരിക്കയിലെ 143 ഡെമോക്രാറ്റിക് പ്രതിനിധികൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഗസ ഏറ്റെടുക്കൽ ആഗോളതലത്തിൽ നയത്തിന് വൻ തിരിച്ചടിയാകുമെന്ന് ട്രംപിന് കൈമാറിയ കത്തിൽ ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ട്രംപിന്റെ ഗസ പദ്ധതിയെ വിമർശിച്ച് 350 ജൂതറബികളും ആക്ടിവിസ്റ്റുകളും രംഗത്ത് വന്നിട്ടുണ്ട്. പദ്ധതിയിൽ പ്രതിഷേധിച്ച് ന്യൂയോർക്ക് ടൈംസിൽ ഇവർ ഫുൾ പേജ് പരസ്യവും തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഗസയ്ക്ക് നേരെ വീണ്ടും യുദ്ധസന്നാഹവുമായി ഇസ്രായേൽ നിലയുറപ്പിച്ചിരിക്കെ വെടിനിർത്തൽ കരാർ നിലനിർത്താൻ തന്റെ മധ്യസ്ഥ ശ്രമങ്ങൾ തീവ്രശ്രമത്തിലാണ്. ട്രംപിന്റെ ഗസ പദ്ധതി തള്ളുന്നതായി തന്നെ ഈജിപ്തും ജോർദാനും പറയുന്നുണ്ട്. വെസ്റ്റ് ബാങ്കിലെ നൂർ ഷംസ് ക്യാമ്പിൽ നിന്ന് ഫലസ്തീനികളെ പുറന്തള്ളാനൊരുങ്ങി ഇസ്രായേൽ ഇപ്പോൾ രംഗത്തെത്തുകയാണ്. ശനിയാഴ്ച എല്ലാ ബന്ദികളെയും വിട്ടയച്ചില്ലെങ്കിൽ ഗസയിൽ ആക്രമണം പുനരാരംഭിക്കുമെന്ന അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും മുന്നറിയിപ്പ് തള്ളിയിരിക്കുകയാണ് ഹമാസ്. ധാർഷ്ട്യത്തോടെയുള്ള താക്കീത് കൊണ്ടൊന്നും കാര്യമില്ലെന്നും ആദ്യഘട്ട വെടിനിർത്തൽ കരാർ വ്യവസ്ഥകൾ നടപ്പാക്കുകയാണ് വേണ്ടതെന്നും പ്രസ്താവനയിൽ ഹമാസ് ഓർമ്മിപ്പിച്ചു. 15 മാസത്തിലേറെ നീണ്ട കൂടിയ ആക്രമണത്തെ നേരിട്ട് ഫലസ്തീൻ ജനത സ്വന്തം മണ്ണും അസ്തിത്വവും നിലനിർത്താൻ അധിനിവേശ വിരുദ്ധ പോരാട്ടം ശക്തമായി തുടരുന്നു. ഗസയിൽ നിന്ന് ഫലസ്തീൻ ജനതയെ പുറന്തള്ളാൻ ഒരു ശക്തിക്കും സാധിക്കില്ലെന്നും ഹമാസ് പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി. കരാർ വ്യവസ്ഥ പ്രകാരം ശനിയാഴ്ച 3 ബന്ദികളെ കൈമാറാൻ ഹമാസിന് പ്രേരിപ്പിച്ച പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ മധ്യസ്ഥ രാജ്യങ്ങളായ ഈജിപ്തും ഖത്തറും നീക്കം നടത്തിയിട്ടുണ്ട്. ഇവരുടെ നീക്കം ഇപ്പോൾ ഊർജിതമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഖലീൽ അൽ ഹയ്യയുടെ നേതൃത്വത്തിൽ ഹമാസ് സംഘം കയ്യേറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇസ്രായേലും അമേരിക്കയുമായി മധ്യസ്ഥ രാജ്യങ്ങൾ തിരക്കിട്ട ആശയവിനിമയം തുടരുകയാണ്.